കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൂജാരി പറയാണ്, അതെ മുഹൂർത്തത്തിന് സമയമെന്ന് പറയാ. ഇത് കേട്ടതും രേവതി പെട്ടെന്ന് പറഞ്ഞു, അന്നെങ്കിൽ ശരി, കെട്ട് നടക്കട്ടെ എന്ന് പറയാണ്. പെട്ടെന്ന് ജയം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? പെൺകുട്ടിയുടെ അച്ഛൻ വരാതെ കെട്ട് നടത്താൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം. അല്ല, കുറച്ചു സമയം ആയല്ലോ പോയിട്ട്, അങ്ങോട്ട് വിളിക്കാൻ പോയ ആദർശിനെ കാണുന്നില്ലല്ലോ എന്ന് പറയാ. പെൺകുട്ടിയുടെ അച്ഛൻ വരാതെ കെട്ട് നടത്താൻ പാടില്ലെന്ന് പറയാ. ഇത് കേട്ടതും അനാമികയും രേവതി പരസ്പരം നോക്കുകയാണ്. ദൈവമേ, ആ ഉപേന്ദ്രൻ വന്ന് പണി പറ്റിച്ചോന്നുള്ള രീതിയിൽ. ഈ സമയത്ത് ആദർശ് പുറത്തേക്ക് വരുവാണ്. അപ്പോഴ് ഉപേന്ദ്രനാണെങ്കിൽ കോളറെ പിടിച്ച് വേണുവിന്റെ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പണം ഒന്ന് കിട്ടണം, അല്ല നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് പറയാം. ദേ പണം ഞാൻ തരാന്ന് പറഞ്ഞല്ലോ ഉപേന്ദ്ര, ദൈവത്തെ ഓർത്ത് നീ കല്യാണം മുടക്കല്ലെന്ന് പറയാ. ഇപ്പോഴങ്ങോട്ട് കേറി വരുവാണെങ്കിൽ 110 പവനുണ്ടാവും അവളുടെ ദേഹത്ത്. അതെങ്ങ് ഊരിയെടുക്കുവാണെങ്കിൽ എനിക്ക് കിട്ടാനുള്ള പണമായി, എനിക്ക് അത് മതിയെന്ന് പറയാ. ദേ ഉപേന്ദ്ര, നീ ചതിക്കരുതെന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ആ കോളറിലെ ആ പിടിയും കൂടി വിടുവാണ്. അപ്പോഴാണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ഇതെന്താ അവിടെ മുഹൂർത്തമായി, ഇവിടെ വന്ന് നിൽക്കുവാണ് അങ്കിളെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞങ്ങള് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു, ഈ സമയത്താണ് ഇതൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കുക. പെട്ടെന്ന് ഉപേന്ദ്രൻ പറഞ്ഞതേ, എന്റെ ബിസിനസ് തകർന്നു, ഇവൻ എനിക്ക് കുറച്ച് ക്യാഷ് തരാന്ന് പറഞ്ഞു, അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പറയാണ്. പെട്ടെന്ന് വേണു പറഞ്ഞു, അതെ അതെ അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു, ഞാനിവന് കുറച്ച് ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, അല്ല അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പെട്ടെന്ന് തന്നെ ഉപേന്ദ്രൻ ചോദിച്ചു, അല്ല ഇയാള് തന്നില്ലെങ്കിൽ ഇനിയിപ്പൊ അത് നിങ്ങൾ തരുമോന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അതെ അനന്തപുരിക്കാരൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും, ഇനിയിപ്പം ദേ അങ്കിളിന് തരാൻ പറ്റിയില്ലെങ്കിൽ ആ തുക എന്താണ് ഞങ്ങൾ തന്നോളാം. അനന്തപുരിക്കാർക്ക് മാനക്കേടുണ്ടാകുന്ന ഒരു കാര്യവും ആരും ചെയ്യാറില്ല, അറിയാലോ. ഇപ്പൊ ഇനി അങ്കിളിന്റെ മോള് ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമോളായിട്ട് കടന്നു വരാൻ പോവാ, അതുകൊണ്ട് അങ്കിളിന്റെ കുടുംബക്കാരുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം കൂടെയാ, അതുകൊണ്ട് ഞങ്ങൾ പൈസ തന്നോളാന്ന് പറയണ. ശരി അത് മതി എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ അങ്ങോട്ട് പോവാണ്. ആദർശിന് പക്ഷെ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ, ഇങ്ങനെ ഒരു വലിയ പ്രശ്നമെന്ന് ആദർശിനും അറിയില്ല. ഈ സമയം വേണോട് ചോദിച്ചു, എന്താ അങ്കിളെ ഈ കേൾക്കുന്നൊക്കെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എന്റെ മോനെ ഒന്നും പറയണ്ട, ഇതേ നല്ല ഒന്നാം തന്നെ ഒരു ബിസിനസ് ആയിരുന്നു, അത് ഇവനായിരുന്നു നോക്കി നടത്തിയിരുന്നേ, അത് നഷ്ടത്തിലാന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പനി അങ്ങോട്ട് പൂട്ടി, പിന്നെ അവിടെ കോടികളുടെ നഷ്ടം വന്നു, ഇനി ഞാൻ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പൈസ കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, പക്ഷേങ്കില് ഇനി അവന് പൈസ കൊടുക്കാനായിട്ട് പറ്റില്ല, ഇതിന്റെ പേരിൽ ഓരോ കള്ളക്കണക്കുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക എന്ന് പറയാം. അതൊക്കെ പോട്ടെ, അതെന്തേലും ആയിക്കോട്ടെ, ഇപ്പൊ അതിനേക്കാളും പ്രധാനം അങ്കിളുടെ മോളുടെ ജീവിതമല്ലേ, അങ്കിൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഉപേന്ദ്രൻ അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് വിഘ്നേഷും രാകേഷും കൂടെ പുറത്ത് നിൽക്കുകയാണ്. വിഘ്നേഷോട് രാകേഷ് ചോദിച്ചു, എടാ നമുക്ക് അകത്തേക്ക് കയറി പോണ്ടേ, കല്യാണം കൂടണ്ടെന്ന് ചോദിക്കണം. നന്ദു അവളും കൂടെ ഇല്ലാതെ എങ്ങനെയാണ് അങ്ങോട്ട് പോന്നെ, ഇനി കുറെ സമയം നന്ദുവിനെ കണ്ടിട്ട്. നന്ദു ഇരിക്കുന്ന സ്ഥാനത്ത് ആ അനാമയെ കയറി ഇരിക്കുന്നത് കാണുമ്പോ അത് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആ കല്യാണം കൂടണമെന്ന് ഒരു താല്പര്യമില്ല, നമുക്കിവിടെ നിൽക്കാം. എന്നാലും നന്ദു എവിടെ പോയിരിക്കുക, കുറെ സമയമായാലും അവളെ കണ്ടെന്ന് പറയാണ്. ആ സമയത്താണ് രാകേഷിന്റെ ഫോണിലേക്ക് കോൾ വരുന്നേ. ആഹാ, ദേ പറഞ്ഞു തീർന്നുള്ള, അവൾക്ക് 100 ആഴ്ച അവള് വിളിക്കുന്നുണ്ടെന്ന് പറയണം. എന്താ നന്ദു നീ ഇതെവിടെയാ, ഞങ്ങളാണ് ഈ ഓഡിറ്റോറിയത്തിന് പുറത്തുണ്ട്, നിന്നെ ഒട്ട് കണ്ടുമില്ല എന്ന് പറയണം. ഞാൻ ഈ പുഴക്കരയിലുണ്ടെന്ന് പറയണം, പാലത്തിന്റെ അടിയിലെ. പുഴക്കരയിലോ, നീ എന്തിനാ അവിടെ പോയിരിക്കണേ? പറഞ്ഞല്ലോ എനിക്ക് അനി അത്ര ജീവന, അനി ഇല്ലാതെ എനിക്കൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ടത് രാകേഷ് ചോദിച്ചു, നീ എന്താ പറയണ നന്ദു? അതെ എനിക്കിനി ജീവിക്കണ്ട നന്ദു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ഇത്ര ഇഷ്ടമായിരുന്നെങ്കിൽ നീ എന്തിനാ അവനോട് ഇഷ്ടം പോലും തുറന്നു പറയായിരുന്നേ? പിന്നെ അത് മാത്രമല്ല, അനാമിക അനിയായിട്ടുള്ള കല്യാണം നടക്കാൻ പോയല്ലേ, നീ എന്തിനാ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുക. ഇനി അവര് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാലും എന്നെ കുറിച്ച് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ അനിയുടെ ജീവിതം തരും, അതൊരു കാരണവശാലും പാടില്ല. അവരുടെ ജീവിതത്തിനിടയ്ക്ക് ഞാനൊരു കല്ലായിട്ട് ഒരിക്കലും കിടക്കരുത്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതെ ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഇത് കേട്ടത് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി വിഘ്നേഷിനും രാകേഷിനും. പെട്ടെന്ന് തന്നെ രാകേഷ് വിഘ്നേഷിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ ഇനി അകത്തേക്ക് കയറി പൊക്കോ, ഞാൻ ചെന്ന് അന്വേഷിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, നീ അങ്ങോട്ട് അകത്തേക്ക് കയറി പൊക്കോ, ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ എന്തെങ്കിലും മറുപടി പറഞ്ഞോളെന്ന് പറയാണ്. പിന്നീട് വിഘ്നേഷ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ. അകത്തേക്ക് പോകുന്ന വഴിക്ക് നന്ദുവിനെ കാണാഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് അന്വേഷിച്ച് വരുക. ഗോവിന്ദൻ വന്നിട്ട് ചോദിച്ചു, അല്ല മോനെ നന്ദുവിനെ കണ്ടോന്ന് ചോദിക്കുകയാണ്. നന്ദു അവിടെ എവിടെയെങ്കിലും കാണും അങ്കളെ?
അവൾ ആ പുറത്തുവിടയിൽ കാണുന്നതാണ്. ഓ ശരിയെന്നും പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സമയം നന്ദു പാലത്തിലേക്ക് കയറി അമ്മേനെ അച്ഛനെയൊക്കെ ഓർത്തു. പിന്നീട് ചേച്ചിമാരെ ഓർത്തു. നന്ദുവിന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. പിന്നെ ഒന്നും നോക്കിയില്ല. നന്ദു താഴേക്ക് ഒരു ചാട്ടമായിരുന്നു. താഴെ അവസാനം 2 ചെരുപ്പുകൾ മാത്രം ഇങ്ങനെ പൊങ്ങിക്കിടക്കുക. ഇതൊന്നും അറിയില്ലാതെ മണ്ഡപത്തിൽ അനിയിരിക്കുകയാണ്. ഈ സമയം ഇത്ര സമയമായിട്ട് നന്ദുവിനെ അവിടെ എങ്ങും കാണാതെ വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ നവ്യ കനകയോട് ചോദിച്ചു, അമ്മേ ഇതെന്താ നന്ദുവിനെ കാണാത്തെ? അവൾ ഇവിടെയും കണ്ടില്ലല്ലോ എന്ന് പറയാണ്. അത് ശരിയാ, ഞാൻ നന്ദൂട്ടിനെ ഇവിടെ എല്ലാം നോക്കിന്ന് പറയാണ്. ആ സമയത്ത് ആദർശിന്റെ അരിയിലേക്ക് നയന വന്നിട്ട് പറഞ്ഞു, ആദർശേട്ടാ നന്ദുവിനെ എവിടെയെങ്കിലും കണ്ടോന്ന് ചോദിക്കുക. ഇല്ല കണ്ടില്ല. അല്ല അവൾ ഇവിടെയും കാണുന്നില്ലല്ലോ എന്ന് പറയാം. ചിലപ്പോ കല്യാണം കാണാൻ പറ്റില്ലാത്തോണ്ട് അവൾ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാണ്. ഈ സമയത്ത് അനാമികയോ അല്ലാത്ത ടെൻഷനിലായിരുന്നു. ഇതേ താലികെട്ടിന് സമയമായി. ഇയാളിത് എന്ത് മന്ത്രമായി പൂജാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്? മന്ത്രവും തന്ത്രമായിട്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ചടങ്ങ് അങ്ങ് നടത്താനുള്ളത്, എന്നാലും തനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് പറയാണ്. പിന്നീട് ആദർശ അനിയുടെ കയ്യിലേക്ക് താലി എടുത്തു കൊടുക്കുക. അങ്ങനെ അനാമയുടെ കഴുത്തിൽ താലി ആർത്തുവിടാം. അനിയാണെങ്കിൽ ഇപ്പൊ കരയുന്ന മട്ടിലായിരിക്കുന്നത്. അനാമിക തകർന്ന മനസ്സോട് കൂടിയിട്ട് തകർന്ന മനസ്സോടല്ല, അനാമിക ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. എല്ലാം താൻ പിടിച്ചടക്കി എന്നൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് അനാമികയുടെ ഇരിപ്പ്. രേവതിക്ക് വേണുവിനും എല്ലാവർക്കും സന്തോഷമായി. ഇനി കുഴപ്പമില്ല, താലി കഴുത്തേ വീണല്ലോ, ഇനി എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഇരിപ്പും മട്ടും. പക്ഷെങ്കിൽ അനി ആകെപ്പാടെ തകർന്നുപോയി. ഈ സമയത്തെല്ലാം നയനെയൊക്കെ നോക്കുമ്പോഴൊന്നും അവിടെ എങ്ങും നന്ദുവിനെ കാണുന്നില്ല. എന്നാലും അവള് ഇതെവിടെ പോയെന്ന രീതിയിലായിരുന്നു. ഈ സമയം രാകേഷ് പുഴക്കടവിലേക്ക് ഓടി വരുവാണ്. അങ്ങനെ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആൾക്കാരൊക്കെ പാലത്തിന്റെ കൈവരിയെ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. എന്താ കാര്യം ചോദിക്കാണ്ടേ ഒരു പെൺകുട്ടി പുഴയെ ചാടി വള്ളക്കാരെ രക്ഷിച്ചെന്ന് പറയാണ്. താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പാറയുടെ മുകളില് നന്ദുവിനെ എടുത്തിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ വയറയിലൊക്കെ ഞെക്കുന്നുണ്ട്. നന്ദു കുറച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് നന്ദുവിന്റെ വരുന്നുണ്ട്. പക്ഷേങ്കില് എന്താ സിറ്റുവേഷൻ നടത്തില്ല. പെട്ടെന്ന് രാകേഷ് എന്ത് ചെയ്യുവാണ്, താഴേക്ക് ഓടി ഇറങ്ങി ചെല്ലുവാണ്. അവിടെ ചെന്നപ്പോ ഒരു ചേട്ടനോട് ചോദിച്ചു, എന്താ ഏട്ടാ കാര്യം? അതെ ഈ പെൺകുട്ടി വെള്ളത്തിൽ ചാടുന്ന കണ്ട് ഞങ്ങള് വന്ന് രക്ഷിച്ച. കൃത്യസമയത്ത് ഞങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് രക്ഷിക്കാൻ പറ്റി. പക്ഷേങ്കിൽ ജീവൻ രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. നന്നായിട്ട് വെള്ളം അകത്ത് പോയിട്ടുണ്ട്. സ്ഥിതിഗതികൾ ഇച്ചിരി ക്രിട്ടിക്കലാന്ന് തോന്നേ എന്ന് പറയണം. പിന്നീട് രാകേഷ് ഒന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് തന്നെ നന്ദുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അതിനുശേഷം നേരെ വിഘ്നേഷിനെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. വിഘ്നേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിഘ്നേഷ് എന്ത് ചെയ്യുവാണ്, അവിടുന്ന് നേരെ മണ്ഡപത്തിനകത്തേക്ക് കയറിയിട്ട് നയനയെ വിളിക്കുകയാണ്. നയനേച്ചി 1 മിനിറ്റ് എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. എന്താ വിഘ്നേഷ കാര്യം? നന്ദുവിനെ കണ്ടുമില്ലോ, അവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അത് ചേച്ചി ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നന്ദു ഒരു കടുങ്കൈ ചെയ്യുന്നു പറയാണ്. നന്ദു എന്ത് ചെയ്യുന്ന പറയണേ? നന്ദു പാലത്തിന്ന് ആടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറയണം. ഇത് കേട്ടതും നായനയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴി. നീ എന്താ വിഘ്നേഷെ പറയണേ? അതെ ശരിയാ ചേച്ചി പറയണേ, അവള് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറയാ. ഈ സമയം നയനെ പെട്ടെന്ന് ആദർശിനെ ഇങ്ങ് വിളിക്കുകയാണ്. ആദർശേട്ടാ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങ് വിളിക്കുകയാണ്. എന്താ കാര്യം? നീ എന്തിനാ കരയണേ? കാര്യം പറയുന്നു പറയണം. അത് നന്ദു പുഴയിൽ ചാടിയെന്ന് പറയണേ. പുഴയിൽ ചാടിയോ? ദേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആദർശേട്ടാ എന്ന് പറയണ. നീ സമാധാനപ്പെട്, നീ ഒന്ന് കരയാതിരിക്കുക. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവെന്ന് പറയണം. പിന്നീട് ജയനെ അങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇപ്പൊ വരാന്ന് പറയണം. അല്ല മോനെ ഈ സമയത്ത് ഇത് എങ്ങോട്ടാ? ഇപ്പൊ തന്നെ വരാം, അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞിട്ട് നാനെ ആദർശം എല്ലാം കൂടെ ഇറങ്ങി പോവാണ്. ഈ സമയത്ത് കനകയും നവിയെല്ലാം പരസ്പരം നോക്കുന്നുണ്ട്. ഇവരിത് എങ്ങോട്ടാ പോകുന്നതെന്നുള്ള രീതിക്ക്. കനയ്ക്ക് എന്തോ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ കാര്യം പോലും അറിയത്തില്ല. പനിയും കണ്ട് ഇവര് പോകുന്നതൊക്കെ. അനിയുടെ മനസ്സാണെങ്കിൽ ആകെ പടം മുറിപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. അനാമികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കുന്നത്. പിന്നീട് കാറിൽ അവര് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ആദർശോടെ നിനക്കൊരു കാര്യം ചെയ്യായിരുന്നു, അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വിഘ്നേഷിനെ രാകേഷിനെ അവൾക്ക് കൂട്ടായിട്ട് നിർത്താൻ പാടില്ല എന്ന് ചോദിക്കും. അത് ഞാൻ അത്രയും ചിന്തിച്ചില്ല. പക്ഷേങ്കിൽ അവൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാനായിട്ട്? ആദർശേനെ അറിയത്തില്ലാഞ്ഞിട്ടാ. അവള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സ് കടന്നു കൂട്ടുണ്ടെങ്കിൽ എന്തും അവള് ചെയ്യും. കാരണം സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ. എനിക്കും എന്റെ ചേച്ചിക്കും വേണ്ടിയിട്ട് ആരോട് വേണം തല്ലുണ്ടാക്കാൻ അവൾക്ക് ഒരു മടിയില്ല. കാരണം അവള് മുന്നും പിന്നും നോക്കില്ല. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന സ്വഭാവം അവളുടെ. എത്ര ബോൾഡാന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴത്തേനും അവള് തളർന്നു പോകും. ഇപ്പൊ അതാ സംഭവിച്ചിരിക്കുന്ന പറയാ. എന്നാലും ഈ കല്യാണം നടക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആരെന്ന് അറിയായിരുന്നെങ്കിലോ ഒരു കാരണവശാലും വിവാഹം നടത്തണ്ടായിരുന്നു. അതിങ്ങനെ ഒരു പക്ഷേങ്കിലും മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നെങ്കിലോ നന്ദുവിനെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കായിരുന്നു.
ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എന്റെ നന്ദുവിന്റെ ജീവനാണ് വലുത്. എന്റെ നന്ദുവിന്റെ പോറൽ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ആദർശേട്ടാന്ന് പറയാണ്. പിന്നീട് അവര് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് ഐസിയുവിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഡോക്ടർ ചോദിച്ചു, ആരാന്ന് ചോദിക്കണം. ഇത് നന്ദുവിന്റെ ചേച്ചിയാന്ന് പറയണം. ഓ, ഞാൻ അനന്തപുരിയിലെ ആദർശാന്ന് പറയാം. ഓ, ഞാൻ പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. ആത്മഹത്യാ ശ്രമം അല്ലേ, അപ്പൊ പോലീസിലെ ഇൻഫോം ചെയ്യണമല്ലോ എന്ന് പറയണം. അയ്യോ, അതൊന്നും വേണ്ട സാറെന്ന് പറയണം. പിന്നെ നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നോണ്ട് കുഴപ്പമില്ല. അല്ല, ആ കുട്ടി എന്തിനാ ഇത് ചെയ്തേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും നയനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അല്ല, ആദർശിന്റെ അനിയന്റെ കല്യാണം എന്നല്ലേ പറഞ്ഞേ, പിന്നെ ഇന്നത്തെ ദിവസം തന്നെ ആ കുട്ടി എന്തിനാ ചെയ്തേ? പിന്നെ ആദർശൊന്നും മിണ്ടിയില്ല. അതെന്തേലും ആയിക്കോട്ടെ എന്ന് ഡോക്ടർ പറയണ. പിന്നീട് ആദർശനോട് പറഞ്ഞു, അതെ, കുട്ടിയുടെ കണ്ടീഷൻ ഇച്ചിരി മോശമാ. കാരണം നന്നായിട്ട് വെള്ളം അകത്ത് കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല കുറെ ചെളിയും കാര്യങ്ങളും എല്ലാം കയറിയിട്ടുണ്ട്. പെട്ടെന്ന് നയനെ വെച്ച് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇപ്പൊ കാണാൻ എന്തായാലും സാധിക്കില്ല എന്ന് പറയാം. കുറച്ച് കഴിയട്ടെ, അതിനുശേഷം കാണാന്ന് പറയാം. അല്ല, അവളുടെ ജീവൻ അതെങ്ങനെ രക്ഷിക്കാൻ പറ്റുമോ? എന്ത് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവളുടെ ജീവൻ മതിയെന്ന് നയന പറയാണ്. ഇത് കേട്ടോ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടറും കൂടെ പോവാണ്. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ് നയനയ്ക്ക്. നയന പറഞ്ഞു, ആദർശേട്ടാ, എന്റെ നന്ദു ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, നന്ദുന്റെ പോറൽ പോലും വെക്കില്ല, ഞാനല്ലേ പറയണേന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഐസിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം നന്ദു അകത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അതുപോലത്തെ കുറച്ച് രംഗങ്ങളൊക്കെ ഒന്ന് കാണുന്ന കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.